ഇപ്പോൾ ദീപക് ധർമ്മടം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പമുണ്ട്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കും. ദീപക് ധർമ്മടം, എന്തായിരുന്നു കൂടിക്കാഴ്ചയിൽ കൂടുതൽ ചർച്ചയായത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്? ക്രിസ്റ്റീന പ്രജിൻ, രക്ഷാപ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏകോപനം വളരെ കൃത്യമായി നടക്കുന്നു. മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി തന്നെ ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് പുതിയ ചില വാർത്തകൾ വരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ വാർത്തകൾക്കൊപ്പം തന്നെ ചില രാഷ്ട്രീയ വാർത്തകളും വരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസ് മന്ത്രിയെ കാണേണ്ടത് അനിവാര്യമാണ്. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുത്തേക്ക് എത്തിയത്. ആദ്യത്തെ ചോദ്യം രക്ഷാപ്രവർത്തനം തന്നെയാണ്. രക്ഷാപ്രവർത്തനം ഇനി ഏത് ഘട്ടത്തിലേക്കാണ് കിടക്കുക? രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ജീവിച്ചിരിക്കുന്നവരെ ഒക്കെ നമുക്ക് ഏറെക്കുറെ സംരക്ഷിക്കാനായി. എന്നാൽ ഇനി മൃതദേഹങ്ങൾ കണ്ടെത്തണം. ഇതിൽ പ്രധാന ഒരു പ്രശ്നം ചാലിയാർ പുഴയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. 40 കിലോമീറ്റർ നീളമാണ്. അപ്പോൾ അവിടെ 8 പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ 8 പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഒഫീഷ്യൽസിന് ചുമതല കൊടുത്ത് 8 ഇടങ്ങളിലും അവിടെ അതാതിടങ്ങളിലെ നാട്ടുകാർ, അവർക്കാണല്ലോ പുഴയെ അറിയുക, പുഴയുടെ ഒഴുക്കും പുഴയുടെ സ്വഭാവം അറിയാൻ നാട്ടുകാർക്കാണ്. അവരെ വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ രക്ഷാപ്രവർത്തനമല്ല, മൃതദേഹം കണ്ടെത്താനുള്ള പ്രവർത്തനം അതൊരു പ്രധാനമാണല്ലോ. മൃതദേഹം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ബന്ധുമിത്രാദികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, ഇപ്പോൾ 6 സോണായി തിരിച്ചു. ഇന്നലെ രാത്രി മുതൽ 6 സോണിൽ വിവിധ ഫോഴ്സുകളുടെ ഉദ്യോഗസ്ഥരെ മിക്സ് ചെയ്തു. അവരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ മൃതദേഹങ്ങൾ കിട്ടി. പിന്നെ 4 പേര് ഒരു ഭാഗത്ത് മാറിയുന്നവരെ സംരക്ഷിക്കാനായി, രക്ഷപ്പെടുത്താനായി. അപ്പം അതും സിസ്റ്റമാറ്റിക്കായി നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരെന്ത് ചെയ്യണം, ഓരോ ഫോഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റിയും നൽകിക്കൊണ്ട് പ്രവർത്തിക്കാനാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ സന്തോഷം. മിനിസ്റ്റർ, ഇതിൽ വളരെ തുടക്കം മുതൽ ശിരൂരിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിപ്പോയി തിരിച്ചെത്തുമ്പോഴേക്കും വയനാടേക്ക് എത്തേണ്ടി വരികയാണ്. ലഭ്യമാകുന്ന കണക്കനുസരിച്ച് എത്രമാത്രം മരണം സംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്? അത് ശ്രീ ദീപക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയും മൃതദേഹങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തും മിസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഏറെക്കുറെ എടുക്കുകയാണ്. അപ്പോൾ ക്യാമ്പുകളിൽ പോയാൽ അവിടെ അവർ പറയുന്ന ഇത് കൃത്യമായ ധാരണയുണ്ടാവും. ആശുപത്രികളിൽ പോയാൽ കയ്യും കാലും ഒടിഞ്ഞവർ അവരുടെ ശാരീരിക വേദനയല്ല, അവരുടെ ഉറ്റവരെ കാണാത്തതിൻ്റെ വേദനയാണ് പലരും പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കണക്കുകൾ എടുത്ത് അതിൻ്റെ കൂടി പരിശോധനകൾ നടത്തിയിട്ട് അതിലൊരു ഫൈനൽ. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മൾ പുത്തുമല ദുരന്തം കണ്ടതാണ്, കവളപ്പാറ ദുരന്തം കണ്ടതാണ്, തിരൂർ ബോട്ട് ദുരന്തം കണ്ടതാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എത്രമാത്രമാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ? അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇതുണ്ടായ സമയത്ത് വിവരം അറിഞ്ഞ ഉടനെ നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനിൽ തിരുവനന്തപുരം എത്താൻ നേരത്താണ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത് വേഗം റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ കേളുവും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന്, ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം വരുന്നതായിരുന്നു തിരുവനന്തപുരത്ത്, പോയി ഇവിടെ എത്തി. ഇവിടെ ഞങ്ങൾ ഉച്ചക്ക് എത്തുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ആദ്യ ടാസ്ക് ഇരുടാവുന്നതിന് മുമ്പ് അപ്പുറമുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചർച്ച ചെയ്ത് ആവർത്തിക്കുന്നില്ല. വെളിച്ചം ഉൾപ്പെടെ കൊണ്ടുവന്ന് പല സംവിധാനം കൊണ്ടുവന്ന് ഫലപ്രദമായി നടപ്പിലാക്കി. നാട്ടുകാരുടെ ഒരു പങ്കാളിത്തം, അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ മുൻപന്തിയിൽ. അപ്പോൾ എല്ലാ ഫോഴ്സും എത്തിയിട്ടില്ല, ഫോഴ്സുകൾ വരുന്നേ ഉള്ളൂ. മുൻപന്തിയിൽ നാട്ടുകാർ അതുപോലെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് ഓടി, കണ്ണൂരും കോഴിക്കോട് നിന്ന് ഓടിയെത്തിയവർ, അവർ വഹിച്ച പങ്ക് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ വേണ്ടി പറ്റില്ല. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതാണ് കേരളം. ഇനി ഞാൻ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. രാഹുൽ ഗാന്ധിയുമായി അങ്ങ് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് വിശ്വസനീയമായ വിവരം. വസ്തുതയാണോ? അല്ല, ചർച്ച നടത്തി എന്നുള്ളത് ശരിയാണ്. അത് രാഹുൽ ഗാന്ധി ചൂരൽമലക്കടുത്ത് അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹം അവിടെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് ഞാനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് തൊട്ട അവിടെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്ന മുറിയിലിരുന്നു, അടച്ചിട്ട മുറിയിൽ ഈ രക്ഷാദൗത്യത്തെക്കുറിച്ചും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതൊക്കെയാണ് ഇനി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കണമല്ലോ. ആ നിലയിൽ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തി. ഈ കേരളത്തിന്റെ സർക്കാർ നടത്തുന്ന ഏകോപനത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചോ അതോ അദ്ദേഹം അസംതൃപ്തനാണ്? അല്ല, അസംതൃപ്തിയൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. എനിക്ക് ഇതിൽ കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരിൻ്റെ പ്രവർത്തനമോ എന്നുള്ള നിലയിലല്ല ഞാനിതിനെ കാണുന്നത്. ഇത് എല്ലാവരും കൂടി ചേർന്നാണ്, എല്ലാവരും ചേർന്നിട്ടാണ്. അതിൽ കേരള സർക്കാർ ഒരു നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു. ഭരണകക്ഷി, പ്രതിപക്ഷം, കേന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര ഫോഴ്സുകൾ, കേരള സർക്കാരിൻ്റെ ഫോഴ്സുകൾ, നാട്ടുകാർ എല്ലാവരുമാണ്. അപ്പം അത് എല്ലാവരും കൂടി ചേർന്ന പ്രവർത്തനം. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഏതെങ്കിലും മേഖലയിലാണോ എന്നൊരു സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ ചോദിക്കൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ ചോദിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ കൂടിക്കാഴ്ച നന്നായി. കൂടിക്കാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ പോവുകയും ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടി ഞാൻ എന്താണെന്നുള്ളത് പിന്നീട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. ഏതായാലും പ്രതിപക്ഷ നേതാവ് രാജ്യത്ത് പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവുമായി പോലും വയനാട്ടിലെ റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് സ്ഥിരീകരിച്ചു. ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാകുന്നതിനിടയിലാണ് എന്താണ് ഈ അടച്ചിട്ട മുറിയിലെ ചർച്ച എന്ന് ചോദിച്ചത്. ഏതായാലും രക്ഷാപ്രവർത്തനം ശക്തമായ രീതിയിൽ തുടരും. പുതിയ സാങ്കേതിക വിദ്യകൾ, റഡാർ കൂടി ഉപയോഗിച്ചുള്ള പരിശോധന നാളെ ആരംഭിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ വേളയിൽ വയനാട്ടിലെ ജനങ്ങൾ, മലബാറിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളോടാണ് നന്ദി പറയുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയാണ്.